പന്തീരങ്കാവ് ഗാർഹിക പീഡനം. പെൺകുട്ടിയുടെ ഭർത്താവിന് വിദേശത്തു പോകാൻ അവസരമൊരുക്കിയത് പോലീസിന്റെ നിരുത്തരവാദിത്തപരമായ നടപടികൾ മൂലമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഗാർഹിക പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭർത്തൃവീട്ടിൽ ക്രൂരമർദ്ദനത്തിനിരയായ മാല്യങ്കരയിലെ പെൺകുട്ടിയുടെ വീട്ടിൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ സന്ദർശനം നടത്തി. വീട്ടിലെത്തി അദ്ദേഹം പെൺകുട്ടിയുടെ മാതാപിതാക്കളോടും പെൺകുട്ടിയോടും സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു. കേസിലെ പ്രതിയായ ഭർത്താവിന് വിദേശത്തു പോകാൻ അവസരമൊരുക്കിയത് പോലീസിന്റെ നിരുത്തരവാദിത്തപരമായ നടപടികൾ മൂലമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിയമപരമായി പെൺകുട്ടിയുടെ കുടുംബവും പെൺകുട്ടിയും നടത്തുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും വി.ഡി. സതീശൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. അരമണിക്കൂറിലേറെ സമയം പെൺകുട്ടിയുടെ വീട്ടിൽ ചിലവഴിച്ചാണ് വി.ഡി. സതീശൻ മടങ്ങിയത്. ഞാൻ പിതാവിനോട് സംസാരിച്ചതിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് സംസാരിച്ചത്. ഇത് വളരെ ഗൗരവമുള്ളൊരു കേസാണ്. ഗുരുതരമായൊരു കുറ്റകൃത്യമാണ് ചെയ്തത്. വിവാഹം കഴിഞ്ഞ 5ാമത്തെ ദിവസമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി നടപടി എടുക്കണം. നാളെ ആകുമ്പോഴേക്കും ഇതൊരു വലിയ ബോംബായി പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് അപകടമാണ്. ആ കമ്മീഷണർ ഈ CA പോലെ തന്നെ നിസ്സംഗനായി നിന്ന് യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞ് ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കി കൊടുത്തു. എന്തൊരു നീതിയാണ് നാട്ടിൽ കിട്ടുന്നത്. അതാണ് പ്രധാനപ്പെട്ട വിഷയം. അതിനുശേഷം നോർത്ത് സോൺ IG വിളിച്ച് സംസാരിച്ചു. പക്ഷെ അദ്ദേഹം വളരെ ഗൗരവത്തോടുകൂടി ഇക്കാര്യത്തിൽ ഇടപെട്ടു. പക്ഷെ അപ്പോഴേക്കും പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. അദ്ദേഹം CA സസ്പെൻഡ് ചെയ്യുകയും മറ്റു നടപടികളൊക്കെ സ്വീകരിച്ച് ഗൗരവമായി ഈ കാര്യത്തിൽ ഇടപെട്ടു. പക്ഷെ അപ്പോഴേക്കും ആൾ രക്ഷപ്പെട്ടു. ഇനി ഇവനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വേറൊരു വിവാഹ വഞ്ചന കേസിൽ ഇയാൾ പ്രതിയാണ്. ഇവരെ വഞ്ചിച്ചിരിക്കുകയാണ്. ചീറ്റിംഗ് കൂടിയുണ്ട്. ഈ വിവാഹം തന്നെ അയാൾ നടത്തിയിരിക്കുന്നത് ചീറ്റിങ്ങാണ്. കാരണം വേറൊരു കുട്ടിയെ വിവാഹം നടത്തിയിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് അതും മറച്ചു വെച്ചുകൊണ്ടാണ് ഈ വിവാഹം നടത്തിയിരിക്കുന്നത്. ഇവൻ തട്ടിപ്പുകാരാണ്. ഇവൻ രക്ഷപ്പെട്ടാലും ഇവൻ വീണ്ടും ഇത് ആവർത്തിക്കും. മറ്റൊരു കുട്ടിക്ക് ഇത് വരരുത്. ഈ നിയമപരമായ നടപടികൾ സ്വീകരിച്ച് ഈ കുട്ടിയെ അത് സേഫാവും വേണം. അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കുടുംബം കൊടുക്കണം. അതുപോലെ ഇവനെ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അതിന് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ മാർഗങ്ങളും അവലംബിക്കും.